അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ഷൈജേട്ടന് ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ താല്പര്യമുള്ള ഒരു സബ്ജക്ട്? ഷൈജേട്ടന് ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ താല്പര്യമുള്ള ഒരു സബ്ജക്ട്? അഡൽട്ടറി. ദൈവമേ, ഇതെവിടെ എത്തിയ എന്റെ ആറ്റുകാൽ ഭാസ്കര. അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. അതെന്തുകൊണ്ടാ? അതാരും സംസാരിക്കാറില്ല. അതുകൊണ്ടാണ്. ആരും സംസാരിക്കാൻ കിട്ടാറുമില്ല. ചേട്ടൻ വലിയ സംസാരപ്രിയനാണല്ലേ? ഡെയിലി സംസാരിക്കാറുണ്ടോ? പൊതുവെ ഇങ്ങനെ സംസാരിക്കുമ്പോഴേ ആളുകൾ ആ രീതിയിൽ നല്ല രീതിയിൽ എടുക്കുന്നു തോന്നുന്നുണ്ടോ? ഇല്ല, മോശമായിട്ട് എടുക്കുമെന്ന് തോന്നുന്നു. എന്തുകൊണ്ടാ? അവർക്കറിയില്ല അത് നല്ലതാണെന്ന്. രണ്ട് വ്യക്തികളോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിലോ നമ്മളത് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ഓപ്പൺ ആവാൻ നമുക്ക് സഹായിക്കുന്ന ഏറ്റവും വലിയ വിഷയമാണ് അഡൽട്ടറി ടോക്സ്. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. ഇതിനെല്ലാം ഉള്ളിൽ വെച്ച് സപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തിരിക്കും, ഒരു ദിവസം കൊണ്ട് പൊട്ടിത്തെറിക്കും. തനിക്ക് താല്പര്യമുണ്ടോ അങ്ങനെ സംസാരിക്കാൻ? ഇല്ല. എന്താണ് ഒത്തില്ല? ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. ഈ പരട്ടത്തലയിൽ ഇത്രയും കുരുട്ട് ബുദ്ധിയുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാനിപ്പോ ഇത് കുടം കമഴ്ത്തി വെച്ച് വെള്ളം ഒഴിച്ചാണ് അത്ര നേരം. ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളിയ നിലയിൽ വീണാലും ചീത്തപ്പേരൊക്കെ മുള്ളിന്. ബെസ്റ്റീസ് ആണോ ഉദ്ദേശിക്കുന്നത്, ബോയ് ഫ്രണ്ട് ആണോ? ബോയ് ഫ്രണ്ട്. ബെസ്റ്റീസ് ആരൊക്കെയാ? എനിക്ക് ബെസ്റ്റീസ് ഇല്ല. അപ്പോ ഇത് കൊളീഗ്സ് അല്ലേ? ഇതൊ കാണാൻ നല്ല ഏജ് ഉണ്ട് എല്ലാവർക്കും. എങ്ങനെയുണ്ട് പെർഫോമൻസ്? ട്രെയിലറിലെ ഈ തോക്കൊക്കെ പിടിച്ചു നിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ വെടിവെക്കുന്ന ഒരു സീനൊക്കെ ഉണ്ടല്ലോ. റിയൽ ലൈഫിൽ അങ്ങനെ വെടിവെച്ചിട്ടുണ്ടോ? റിയൽ സമയത്ത് തോക്ക് പിടിച്ച് വെടി വെച്ചിട്ടില്ല. ഷൈൻ ചേട്ടന് ഏറ്റവും കൂടുതൽ പേടിയുള്ള ഒരു കാര്യം എന്താ? ഷൈൻ ചേട്ടാ ലൈഫിൽ ഏറ്റവും കൂടുതൽ പേടിയുള്ള കാര്യം? വെടി വെക്കാൻ പോണ സമയത്ത് ഉണ്ട തീർന്നു പോകുന്നു. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. ഭയങ്കരമായ ആള്. അതെങ്ങനെയാ? കർത്താവ് അടിയുള്ളവരെ കൊണ്ട് അറിയാൻ പറയില്ലല്ല. ഇത് എനിക്ക് മനസ്സിലാവില്ല, ഇവരെന്ത് എന്തിനാ ചിരിക്കണല്ലേ? ഇവർക്ക് പ്രശ്നം. ഭയങ്കരം തന്നെ. ഷൈൻ ചേട്ടന് ആരും അറിയാത്ത ഒരു ഹിഡൻ ടാലന്റ് ഉണ്ടോ? ഉണ്ട്. അത് ചിലപ്പോ വലുതാവുകയും ചെറുതാവുകയും ചെയ്യാം. കിഷകുട്ടി വെച്ചത് പറ്റതല്ലേ? ഏത് ഗതികെട്ടനെ ശകനം കണ്ടോണ്ടാണ് ഇറങ്ങി പുറപ്പെട്ടത്. അതിന് കണ്ണ് ചില വ്യത്യാസം സംഭവിക്കാവുന്നതാണ് അതെ. അക്ഷരങ്ങളിൽ. കർത്താവിന്റെ നാമത്തിൽ ബാക്കി പറയരുത്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.